in case of increase in demand, the demand curve shifts to the right, while in case of decrease in demand, it shifts to left of the original demand curve. Increase in demand ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഡിമാൻഡ് കർവ് വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഡിക്രീസ് ഇൻ ഡിമാൻഡിന്റെ കേസിൽ ഡിമാൻഡ് കർവ് നിലവിലുള്ള ഡിമാൻഡ് കർവിന്റെ ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് ഡയഗ്രം നോക്കാം. So in the figure, the movement from DD to D1 shows increase in demand with the price constant at OP. However, the quantity has also increased from OQ to OQ1. ഇവിടെ ഡയഗ്രത്തിൽ ശ്രദ്ധിക്കുക. DDയിൽ നിന്നും D1 ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് OP തന്നെയാണ്, മാറ്റമില്ല. എന്നാൽ ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റി OQയിൽ നിന്നും OQ1 ആയി വർദ്ധിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ് നോക്കേണ്ടത്. ഡയഗ്രാം ശ്രദ്ധിക്കാം. The movement from DD to D2 shows decrease in demand with the price at a constant OP. However, the quantity has also decreased from OQ to OQ2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിമാൻഡ് കർവ് DD എന്നതിൽ നിന്നും D2 ആയി ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ പ്രൈസിൽ മാറ്റമില്ല, OP ആണ് പ്രൈസ്. പക്ഷേ ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടായി. നേരത്തെ OQ ആണെങ്കിൽ ഇപ്പോൾ OQ2 ആണ്. ഇതാണ് ചേഞ്ച് ഇൻ ഡിമാൻഡും ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, താങ്ക് യു.